വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പാവറട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡായിട്ടുള്ള 3-ാം വാർഡിലുള്ള കല്ലന്തോട് റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഈ റോഡിനെ പറ്റിയിട്ടുള്ള കുറേ ദുരൂഹതകളുമെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പ്രദേശവാസികളുടെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും ഈ റോഡിൽ നടക്കുന്നില്ല എന്നതാണ്. വോട്ടിൻ്റെ സമയത്തെല്ലാം പാവറട്ടി പഞ്ചായത്തിലെ മൊബൈൽ ഷോപ്പ് ഉടമയുടെ ഭാര്യയാണ് ഈ ഭാഗങ്ങളിലെല്ലാം വോട്ട് തേടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇടതുഭാഗത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിൽ എല്ലാം പാവറട്ടി പഞ്ചായത്തിൽ 3-ാം വാർഡായിട്ടും അതുപോലെ തന്നെ വലതുഭാഗത്ത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ 10-ാം വാർഡുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ റോഡ് പൂർണ്ണമായിട്ടും പാവറട്ടി പഞ്ചായത്തിൻ്റെ അധീനതയിലാണെന്നാണ് പരിസരവാസികളെല്ലാം പറയുന്നത്. ഇവിടെ ഒരു 15 ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് കാനയുടെ ചില നിർമ്മാണ പ്രവർത്തികൾ നടന്നതൊഴിച്ചാൽ കാര്യമായിട്ടുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ കല്ലന്തോട് റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡിൽ നടന്നിട്ടില്ല എന്നാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ ടൈം കഴിയുന്നത് വരെ ഇത് പാവറട്ടി പഞ്ചായത്തിലും ഇലക്ഷൻ കഴിഞ്ഞ് റോഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങളോ അതല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് വരുമ്പോൾ പാവറട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മൊബൈൽ ഷോപ്പ് ഉടമയുടെ ഭാര്യ അവർ പറയുന്നത് ഇത് പാവറട്ടി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമല്ലെന്നും ഇത് ഗുരുവായൂർ നഗരസഭയുടെ കീഴിലുള്ളതാണെന്നുമാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗുരുവായൂർ നഗരസഭയുടേതാണെങ്കിൽ അതവർ ഏറ്റെടുത്തിട്ട് അതിന് വേണ്ടതായ രീതിയിൽ നഗരസഭയിലെ മറ്റു വാർഡുകളിലെല്ലാം ചെയ്തു പോലെയുള്ള റോഡിൻ്റെ വികസനം നടത്തിയിട്ട് സാധാരണക്കാരും അതുപോലെ തന്നെ സ്കൂളിൽ സഞ്ചരിക്കുന്ന നിരവധി കുട്ടികളാണ് ഈ റോഡിലൂടെ സൈക്കിളും അതുപോലെ തന്നെ ബൈക്കിൽ അവരുടെ രക്ഷിതാക്കളൊക്കെ ഈ റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ റോഡുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും വളരെ വലിയ അപകടക്കെണികളുള്ള റോഡാണ് ഇതിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ ജൂൺ 1 ഉണ്ടായ മഴയിൽ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഈ റോഡിലൂടെയുള്ള വെള്ളം ഒഴുകി വരുന്നത്. പാവറട്ടിയുടെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ താഴ്ന്ന പ്രദേശമായി കല്ലന്തോട് റോഡ് വഴിയാണ് വെള്ളം കടന്നു പോകുന്നത്. അതുവഴി വളരെ വലിയ നാശനഷ്ടങ്ങളാണ് പരിസരത്തുള്ള വീടുകൾക്കും അതുപോലെ തന്നെ റോഡിനും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ വെള്ളം പല ഭാഗങ്ങളിലും കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിസരവാസികളുടെ അഭിപ്രായ പ്രകാരം പ്രദേശവാസികൾ പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന മെമ്പറുടെ കാലത്ത് ഇത്രക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം മഴക്കാലമാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് കാനയിലെ മണ്ണും അതുപോലെ തന്നെ മാലിന്യങ്ങളും അടിഞ്ഞുകൂടാതെ അത് ക്ലീനാക്കി ഇടുന്നത് കൊണ്ട് ഇത്രയും വലിയ വെള്ളക്കെട്ടും അതുപോലെ തന്നെ രൂക്ഷമായ രീതിയിലുള്ള ഇത്തരം വെള്ളക്കെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഈ റോഡ് ഇത്രയും ശോചനീയമായി കിടക്കുന്ന രീതിയിലായതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഇത് 3-ാം വാർഡിൻ്റെ അധീനതയിലാണെങ്കിൽ അത് പാവറട്ടി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ രീതിയിലുള്ള റോഡാക്കി കൊടുക്കണം എന്നുള്ള കാര്യമെല്ലാം നമ്മളിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഗുരുവായൂർ നഗരസഭയുടേതാണെങ്കിൽ അവർ ഈ റോഡിനെ ഏറ്റെടുത്തിട്ട് ബാക്കി നഗരസഭയിലെ മറ്റ് റോഡുകളെല്ലാം വളരെ നല്ല നിലവാരമുള്ള റോഡുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് ഈ റോഡിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. പാവറട്ടി മെമ്പർക്ക് നിരന്തരം പരാതികൾ ചെന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ഈ ഏരിയയിലേക്ക് ഗുരുവായൂർ നഗരസഭയുടെ 10-ാം വാർഡ് മെമ്പറായിട്ടുള്ള മെഹറൂഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹം നിരന്തരം പാവറട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പർ ആയിട്ടുള്ള മൊബൈൽ ഷോപ്പ് ഉടമയുടെ ഭാര്യയെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ കാര്യമായ രീതിയിൽ ഫോൺ എടുക്കുകയോ അതല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് 10-ാം വാർഡ് ഗുരുവായൂർ നഗരസഭയിലെ 10-ാം വാർഡ് മെമ്പറായിട്ടുള്ള മെഹറൂഫ് അദ്ദേഹത്തിൻ്റെ വാർഡല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ വാർഡായിട്ടുള്ള 10-ാം വാർഡിൽ ചില ആളുകൾ സ്ഥിരമായിട്ട് ഈ റോഡിലൂടെയാണ് ഈ കല്ലന്തോട് എന്നറിയപ്പെടുന്ന ഈ റോഡ്
റോഡിലൂടെയാണ് മെയിൻ റോഡിലേക്ക് വരേണ്ടത്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നേരിട്ടിറങ്ങിയിട്ട് വൈസ് പ്രസിഡന്റിനെ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടുകയും പ്രസിഡന്റിനോട് ആ റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷതയും വിശദീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് തന്നെ നടപടിയെടുക്കാം എന്ന് പ്രസിഡന്റ് ഉറപ്പ് കൊടുത്തതുമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് ഈ 10ാം വാർഡ്, അതായത് ഗുരുവായൂർ നഗരസഭയിലെ 10ാം വാർഡ് മെമ്പർക്ക് വിളിച്ചിട്ട് അത് സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തുള്ള വർക്കുകൾ, അതായത് അവിടെ ഒരു തോടിലൂടെ പോകുന്നതായിട്ടുള്ള കാന അടഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങളിൽ വളരെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്ന് മെഹറൂഫിൻ്റെ നേതൃത്വത്തിലുള്ള പരിസരവാസികളായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അത് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അത് കണ്ടെത്തിയിട്ട് അത് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ധരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് അതല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കാന അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഫണ്ട് പാവറട്ടി പഞ്ചായത്തിലില്ല എന്ന് പറഞ്ഞിട്ട് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗുരുവായൂർ നഗരസഭയിലെ 10ാം വാർഡ് മെമ്പറായ മെഹറൂഫിനെ വിവരമറിയിക്കുകയും അതുവഴി മെഹറൂഫിനെ പാവറട്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭ്യമാകുകയില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം അദ്ദേഹവും അതുപോലെ തന്നെ ചില പരിസരവാസികളായിട്ടുള്ള നാട്ടുകാരും ചേർന്ന് നേരിട്ടിറങ്ങിയിട്ട് ചില ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഈ റോഡിൽ നടത്തിയതായിട്ട് കാണാൻ കഴിഞ്ഞു. വലിയ കല്ലുകളും അതുപോലെ തന്നെ ചെളികളും മറ്റു മാലിന്യങ്ങളും എല്ലാം റോഡിൻ്റെ വശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം ആ സ്വകാര്യ വ്യക്തിയുടെ ആ പറമ്പിലൂടെ പോകുന്ന അവിടെ തോട് അടഞ്ഞു കിടന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വെള്ളക്കെട്ടുകൾ നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളക്കെട്ടിന് ഒരു താൽക്കാലിക ശമനമായി എന്ന് നമുക്ക് ഈ സ്ഥലം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വളരെ വലിയ ഗർത്തങ്ങളും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്നിട്ട് വലിയ അപകടത്തിൻ്റെ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്ക് ഇന്ന് നടത്തിയ പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമായി. അത് ആരിഫ് റോഡ് തുടങ്ങുന്ന ഭാഗങ്ങളിൽ തന്നെ അവിടെ നിന്ന് തുടക്കത്തിൽ തന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അത് നിലപ്പതി പോലെ വെള്ളം ഒഴുകി പോകാനായിട്ട് താഴ്ത്തി വെച്ചിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം മാലിന്യങ്ങൾ, അത് മണ്ണും മറ്റ് ചെളിയുമെല്ലാം അടിഞ്ഞു കൂടിയിട്ട് വളരെ വലിയ വെള്ളക്കെട്ടുകളാണ് നേരിടുന്നത്. അപ്പോൾ ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രായമായവരും കുട്ടികളുമൊക്കെ അതിൻ്റെ അടുത്തുള്ള ആ മതിലിൻ്റെ സൈഡിലൂടെ അതല്ലെങ്കിൽ ഉയർന്നിട്ടുള്ള ആ തിണ്ടിലൂടെയൊക്കെ നടക്കുന്നത് വളരെ വലിയ അപകടകരമായ സംഗതി ആയതുകൊണ്ട് കാലുവഴുതി ആ കാനയിൽ വീഴാനും മറ്റും സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം 10ാം വാർഡ് മെമ്പർ നേരിട്ടിറങ്ങിയിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വാർഡല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം അവിടെ വന്നിട്ട് ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അതുപോലെ തന്നെ സമീപവാസികളായ ആളുകളും എല്ലാം ചേർന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ റോഡിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ 15 ലക്ഷത്തോളം രൂപ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇതിനകം തന്നെ ചിലവഴിച്ചു എന്നാണ് മൊബൈൽ ഷോപ്പ് ഉടമയുടെ, പാവറട്ടി സെൻറ്ററിലെ മൊബൈൽ ഷോപ്പ് ഉടമയുടെ ഭാര്യയും അതുപോലെ തന്നെ 3ാം വാർഡ് മെമ്പറും പാവറട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള വ്യക്തി പറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കാനയുടെ നിർമ്മാണം മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് എവിടെയും എത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. തുടക്കവും ഒടുക്കവും ഇല്ലാതെ നടുവിലായിട്ട് കാന പണിതതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം അതിൽ കാര്യമായിട്ട് ഒഴുകിപ്പോകാനായിട്ടുള്ള സാഹചര്യമില്ല. അപ്പോൾ ഈ കാനകളുടെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കണം എന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ 100 മീറ്റർ 200 മീറ്റർ 500 മീറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അപ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് കുറ്റിയടിച്ച് കൊടുക്കുന്നിടത്ത് ഒരു ചടങ്ങിന് ഒരു കാന ഉണ്ടാക്കി പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ വെള്ളം എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതിൻ്റെ പേരിലും വാട്ടർ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പേരിലുമാണ് ആ കാന കൊണ്ട് നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും യാതൊരു രീതിയിലുള്ള ഉപകാരവും ഉണ്ടാവാത്തത്. സ്വന്തം വാർഡോ അതല്ലെങ്കിൽ ആ പഞ്ചായത്തോ അല്ലാഞ്ഞിട്ട് പോലും ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ദുരിതം കണ്ടിട്ട് ഈ വിഷയത്തിൽ അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ മെഹറൂഫിനെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്ന അതിൽ ഉറങ്ങുന്ന പാവറട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആ മെമ്പർ കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ദുരിതം കണ്ടിട്ട് അതിനൊരു പരിഹാരം ഉടനടി ഇരു പഞ്ചായത്തുകൾ അതുപോലെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഒരുമിച്ച് ചേർന്ന് ഈ ജനങ്ങളുടെ ഈ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ദയവ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.